ഹിപ്സൺ ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു PIR ബേസ്ഡ് ഓട്ടോമാറ്റിക് ലൈറ്റാണ്. വളരെ മിനിമം കമ്പോണൻസിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു പ്രോജക്റ്റാണിത്. ഇതിൻ്റെ വർക്കിലേക്ക് നേരിട്ട് തന്നെ നമുക്ക് പോയേക്കാം. ആദ്യം നമുക്ക് കമ്പോണൻസ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് PIR സെൻസർ എന്ന് പറഞ്ഞ സെൻസർ മൊഡ്യൂൾ. ഏകദേശം ഒരു 150 രൂപ 200 രൂപ താഴെ നമുക്ക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നൊരു സെൻസറാണിത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ചലനമുള്ള സമയത്ത് ഇത് ആക്റ്റീവ് ആകുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. അതായത് ഇൻഫ്രാറെഡ് ൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായി ഏതെങ്കിലും ജീവനുള്ള ഒബ്ജക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെൻസർ ആക്റ്റീവ് ആവും. ജീവനുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഇതിന് അക്രോസ് ആയിട്ട് നടന്നു പോവുകയോ കുറുകെ പോവുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സെൻസർ ആക്റ്റീവ് ആകുകയും അതിൻ്റെ ഔട്ട്പുട്ട് വഴി ഒരു 5 വോൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൊഡ്യൂളിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 10 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 10 മീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും വരികയോ ആ പരിസരത്തുകൂടി നടന്നു പോവുകയോ അനക്കം ഉണ്ടാകുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സെൻസർ ആക്റ്റീവ് ആകുകയും അത് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിന് 3 പിന്നാണുള്ളത്. ഒരു ഗ്രൗണ്ട് പിന്നും ഒരു VCCയും പിന്നെ ഒരു ഔട്ട്പുട്ടും. അപ്പോൾ VCC എന്ന് പറയുന്നത് 3.3 മുതൽ 5 വോൾട്ട് വരെ കൊടുക്കുന്നൊരു വോൾട്ടേജാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് എന്തെങ്കിലും ഒരു ചലനമുള്ളപ്പോൾ മാത്രമേ ഇത് ആക്റ്റീവായി ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി PIR സെൻസറിൽ 2 കൺട്രോൾ പ്രീസെറ്റുകളാണുള്ളത്. ഒന്ന് സെൻസിറ്റിവിറ്റി കൺട്രോളും ഒന്ന് ടൈം ഡിലേ കൺട്രോളുമാണ്. ഈ ടൈം ഡിലേ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടായെങ്കിൽ ഇത് ആക്റ്റീവ് ആകുകയും അനക്കം നിന്ന് കഴിഞ്ഞ് എത്ര ശേഷം ഇത് ഓഫ് ആകണമെന്നുള്ളതാണ് ടൈം ഡിലേ എന്ന് തീരുമാനിക്കുന്നത്. അനക്കം കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ ഇത് ഓഫ് ആവുകയില്ല. അടുത്ത കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ റിലേ ആണ്. ഏകദേശം 6 വോൾട്ടിൻ്റെയാണ് റിലേ ആണ് ഉപയോഗിക്കുന്നത്. 5 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട് റിലേ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 6 വോൾട്ടിൻ്റെയോ 5 വോൾട്ടിൻ്റെയോ റിലേ എടുക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ വോൾട്ടേജ് റേഞ്ചും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 5 വോൾട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്കൊരു USB കേബിൾ വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ 5 വോൾട്ട് സപ്ലൈ USB-ന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ റിലേ കൺട്രോൾ ചെയ്യാനും നമ്മുടെ PIR സെൻസർ കൺട്രോൾ ചെയ്യാനും ഒറ്റ പവർ സപ്ലൈ മതിയാവും. ഇനി ഇതിൻ്റെ പിന്നുകൾ നോക്കാം. ഈ കാണുന്ന 3 പിന്നുകളിൽ 1, 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കൺട്രോൾ ഇൻപുട്ട്. അതായത് 6 വോൾട്ട് കൊടുക്കേണ്ടത് അവിടെയാണ്. മിഡിലിൽ വരുന്നത് ഇൻപുട്ട് പിന്നാണ്. അവസാനം വരുന്ന 2 നോർമലി ക്ലോസ്ഡും നോർമലി ഓപ്പൺ ടെർമിനലുമാണ്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതായത് ഈ കാണുന്ന പിന്ന് ഇൻപുട്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പിന്നിലാണ് ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ ആ ഔട്ട്പുട്ടാണ് ലാസ്റ്റ് കാണുന്ന 2 പിന്ന് വഴി വരിക. നോർമലി ക്ലോസ്ഡും നോർമലി ഓപ്പൺ ടൈപ്പും എന്താണെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം അതെന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ടാവും. അടുത്ത കമ്പോണൻസ് നമ്മുടെ ട്രാൻസിസ്റ്ററാണ്. BC സീരീസിലുള്ള BC 547 548 എടുക്കുക. രണ്ടിൻ്റെയും കപ്പാസിറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സും ഏകദേശം സെയിം ആണ്. കൂടാതെ പിൻ ഡീറ്റെയിൽസും സെയിം ആണ്. അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ പിൻ എന്ന് പറയുന്ന കളക്ടറും രണ്ടാമത്തെ പിൻ ബേസും മൂന്നാമത്തെ എമിറ്ററുമാണ്. ഇതാണ് ഇതിൻ്റെ പിൻ ഡീറ്റെയിൽസ്. 547 ആണെങ്കിലും 548 ആണെങ്കിലും ട്രാൻസിസ്റ്ററിൻ്റെ സെയിം പിൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിലേത് ട്രാൻസിസ്റ്റർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അടുത്ത കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡാണ്. 1N4007 സീരീസിലുള്ള ഒരു ഡയോഡ്. ഇത് ഏത് ഡയോഡാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നോർമലി ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഡയോഡാണെങ്കിലും പ്രശ്നമില്ല. അടുത്ത കമ്പോണൻസ് റെസിസ്റ്ററാണ്. 1 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്റർ. ഇത് നമ്മൾ റെസിസ്റ്റർ ബയാസിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ടോട്ടലി ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. ആദ്യം ഒരു USB കേബിൾ വേണം. ഇതിൻ്റെ പവർ സോഴ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 5 വോൾട്ട് പവർ സോഴ്സാണ് കൊടുക്കുന്നത്. റിലേ കൺട്രോൾ ആകാനും PIRൻ്റെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായ 5 വോൾട്ട് സോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു USB കേബിൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതാണ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. സപ്ലൈ നമുക്കൊരു ചാർജർ വഴി കൊടുക്കുകയും ചെയ്യാം. 5 വോൾട്ടിൻ്റെ USB ചാർജർ വഴി നമുക്ക് സപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഡേറ്റ കേബിളായിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 4 വയറുകൾ കാണും. ഒരു ചാർജറിൻ്റെ 2 പിന്ന് കൂടാതെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ്. അപ്പം ഞാൻ ചാർജറിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കേബിളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് 2 വയറുകൾ മാത്രമേ ഉള്ളൂ. ഒരു റെഡും ഒരു വൈറ്റും ഉണ്ട്. അത് റെഡ് പോസിറ്റീവ് 5 വോൾട്ടും വൈറ്റ് ഗ്രൗണ്ടുമാണ്. ഇനി നമുക്ക് സോൾഡറിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 6 വോൾട്ടിൻ്റെ റിലേ എടുക്കുക. ആ റിലേ കൺട്രോൾ ചെയ്യാൻ കൊടുക്കേണ്ട റിലേ കൺട്രോൾ ടെർമിനലിന് അക്രോസ് ആയിട്ടൊരു ഡയോഡ് കണക്ട് ചെയ്യണം. 1N4007 ഈ ഡയോഡ് നമ്മൾ ഇതുപോലെ സോൾഡർ ചെയ്യണം.
അതിൻ്റെ ആനോഡും കാഥോഡും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾഡർ ചെയ്യാം, അത് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുത്താലും ഇതിന് അക്രോസ് ആ ഡയോഡ് വരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഡയോഡൊന്ന് സോൾഡർ ചെയ്യുക. കെയർഫുള്ളായിട്ട് തന്നെ നിങ്ങൾ സോൾഡർ ചെയ്യണം. അതിന് തൊട്ടപ്പുറം തന്നെ കൺട്രോൾ ടെർമിനൽ നമുക്കുള്ളതാണ്. അതിൽ ഷോർട്ട് ആവാത്ത വിധം വേണം ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ. ആ ടെർമിനൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇതുപോലെ കെയർഫുള്ളായിട്ടൊന്ന് സോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ ടെർമിനൽ അക്രോസ് ആയിട്ടൊരു ഡയോഡ് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഈ പിന്ന് നിങ്ങൾ ഷോർട്ട് ആവാതെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി സർക്യൂട്ടുകൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ സോൾഡറിങ് ആണ്. ആദ്യം നമ്മൾ ട്രാൻസിസ്റ്റർ എടുക്കുക. അതിൻ്റെ കളക്ടർ, അതായത് കളക്ടർ എന്ന് പറയുന്ന ഫസ്റ്റ് ടെർമിനലാണ്. ആ ഫസ്റ്റ് ടെർമിനലിൽ ഡയോഡിൻ്റെ ആനോഡിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതാണ് നമ്മുടെ പരിപാടി. അതായത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആനോഡിൻ്റെ ഭാഗം എവിടെയാണോ വന്നിരിക്കുന്നത് ആ ഭാഗത്ത് വേണം ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ. അത് മാറിപ്പോകാൻ പാടില്ല. അപ്പം കെയർഫുള്ളായിട്ട് തന്നെ അത് ചെയ്യുക. ഓക്കെ, നമുക്കത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇതാണ് ഡയോഡിൻ്റെ ആനോഡ് എന്ന് പറയുന്നത്. അവിടെയായിട്ട് ഞാൻ എൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനൽ, അതായത് ആദ്യത്തെ ടെർമിനലൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഓക്കെ, നിങ്ങളെ ക്ലോസ്ഡായിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബേസും എമിറ്ററുമാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇനി ബേസിലും എമിറ്ററിലുമാണ് അടുത്ത കണക്ഷൻസ് വരാനുള്ളത്. കളക്ടറിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 1 kilo ohmൻ്റെ റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഈ കാണുന്ന പോലെ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബേസ് അതായത് മിഡിലായിട്ട് വരുന്ന ആ ഒരു ലെഗയിൽ ഞാൻ 1 kilo ohmൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ നീളം കൂടിയ കാലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവസാനം കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതനുസരിച്ച് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കാലൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇനി ബാലൻസ് ഉള്ളത് എമിറ്റർ ടെർമിനലാണ്. അവിടെയാണ് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ടെർമിനൽ അതുപോലെ നമ്മൾ അവസാനമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ നീളം കൂടിയ ടെർമിനലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇനി ഇതിലേക്ക് സെൻസറും കണക്ട് ചെയ്യണം, പവർ സോഴ്സും കണക്ട് ചെയ്യണം. അത്രയും പരിപാടിയും കൂടെ ഉള്ളൂ നമുക്ക് ബാലൻസ്. ഇനി പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് USB-യുടെ കേബിൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഈ റെഡ് എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. അത് നമ്മുടെ ഡയോഡിൻ്റെ കാഥോഡ് വരുന്ന ഭാഗത്തായിട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. കാഥോഡ് വരുന്നിടത്ത് അത് സോൾഡർ ചെയ്ത് കൊടുത്തതിന് ശേഷം ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ, അതായത് ഏറ്റവും അവസാനം വരുന്ന ടെർമിനൽ, ആ അവസാനം വരുന്ന ടെർമിനലായിട്ട് ഗ്രൗണ്ടും കണക്ട് ചെയ്യുക. അതായത് USB-യുടെ ഗ്രൗണ്ട് കേബിൾ അത് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലായിട്ടായിട്ട് ഇതുപോലൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സപ്ലൈ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ലോസ്ഡായിട്ട് കാണിക്കാം. ഡയോഡിൻ്റെ കാഥോഡ് വരുന്ന ഭാഗത്തായിട്ട് 5 വോൾട്ട് നമ്മുടെ USB-യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രൗണ്ട് എടുത്ത് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനൽ, അവസാനത്തെ ടെർമിനലിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി PIR സെൻസർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ PIR സെൻസർ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ റിലേയിലേക്ക് സോൾഡർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ സൈസ് ഇത്തിരി കൂടുതലായതുകൊണ്ടാണ്. അപ്പം നമുക്കിതിൻ്റെ അന്നൊരു 3 വയർ കണക്ഷൻസ് എടുത്തതിന് ശേഷം അത് റിലേയിലേക്ക് സോൾഡർ ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്ത് ഒരു VCC, ഒരു ഗ്രൗണ്ട്, ഒരു ഔട്ട്പുട്ട്, അങ്ങനെ 3 പിന്നാണ് ഈ സെൻസറിനുള്ളത്. ഈ 3 പിന്നിൽ നിന്നും നമ്മൾ വയർ വഴി കണക്ഷൻ എടുത്ത് ആ വയർ നമ്മുടെ സർക്യൂട്ടുമായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ വയറുകൾ ഇതുപോലൊന്ന് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് വയർ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് സെൻസർ ഊരിയെടുക്കാനും പ്ലസ് റീഫിക്സ് ചെയ്യാനും എളുപ്പമുണ്ട്. നിങ്ങൾ 3 വയറും ഇതുപോലെ കെയർഫുള്ളായിട്ട് കണക്ട് ചെയ്യുക. കളർ കോഡുള്ള വയറാണ് കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ 3ഉം ഒരേ കളറിലുള്ള വയറേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 വയർ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ കോഡ് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പമുണ്ടാകും. സോൾഡർ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വയർ കണക്ഷൻ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി സോൾഡർ ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ PIR സെൻസറിൻ്റെ മുകളിലെ കവറൊന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് മാർക്കിങ് ആ കവർ കാരണം എനിക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. PIR സെൻസറിൻ്റെ ആദ്യത്തെ പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ എമിറ്റർ ടെർമിനലിൽ തന്നെ നമുക്ക് ഗ്രൗണ്ടും കൂടെ എടുക്കാം. അപ്പം PIR സെൻസറിനുള്ള ഗ്രൗണ്ട് ഈ എമിറ്റർ ടെർമിനലിൽ തന്നെ കൊടുത്താൽ മതിയാവും.
ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ കണക്ഷൻ, അതായത് മിഡിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. അതായത് PIR സെൻസറിൻ്റെ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ്. അതായത് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് 1 കിലോ ഓമിൻ്റെ. ആ 1 കിലോ ഓം റെസിസ്റ്ററിൽ PIR സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക. അതായത് രണ്ടാമത്തെ പിന്ന് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഒരു VCC വയറാണ്. ആ VCC നമുക്ക് 5 വോൾട്ടിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യണം. അത് ഈ റിലേയിൽ കൊടുത്തിരിക്കുന്ന 5 വോൾട്ടിൽ തന്നെ കൊടുത്താൽ മതിയാവും. ആ ചുവന്ന വയറിൽ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് PIR സെൻസറിന് വേണ്ടിയിട്ടുള്ള 5 വോൾട്ട് സപ്ലൈ കണക്ഷനാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം സോൾഡർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് USB എടുത്ത് കണക്ട് ചെയ്താൽ ഈ സർക്യൂട്ടിന് ആവശ്യമായ പവർ സപ്ലൈ ലഭിക്കും. 5 വോൾട്ട് പവർ സപ്ലൈ ആണ് ഇതിന് കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇനി ഈ PIR സെൻസറിൻ്റെ മുകളിലുള്ള ആ ഒരു കവറും കൂടെ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അപ്പം കംപ്ലീറ്റ് സർക്യൂട്ട് ഇപ്പം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് PIR മോഷൻ സെൻസർ ആയിട്ടുണ്ട്. അതായത് നമ്മളൊരു മോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സെൻസർ ആക്റ്റീവ് ആവുകയും ഈ റിലേനെ ട്രിഗർ ചെയ്ത് റിലേ വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ സിമ്പിൾ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ PIR സെൻസറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ PIR സെൻസർ ഒരു മോഷൻ ഉള്ള സമയത്ത് ഇത് ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കും. ആ മോഷൻ നിൽക്കുന്ന സമയത്തെ മാത്രമേ ഈ റിലേ ഓഫ് ആകത്തുള്ളൂ. അതായത് PIR സെൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ട് നിൽക്കുന്നത് മോഷൻ ഇല്ലാത്ത സമയത്ത് മാത്രമാണ്. ഒരാൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ചലനം നിൽക്കുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ആവുകയും ഈ ലൈറ്റ് അല്ലെങ്കിൽ എന്താണോ കൺട്രോളിങ് കൊടുത്തിരിക്കുന്നത് ആ ഒരു എക്യുപ്മെൻറ്റ്സ് ഓഫ് ആവുകയും ചെയ്യും. അപ്പം ഞാനിവിടെ ഒരു ലൈറ്റ് കൊടുത്ത് നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിക്കാം. അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് നിങ്ങളീ കാണുന്നത്. ഈ PIR സെൻസർ ആക്റ്റീവ് ആകുമ്പം ഈ റിലേ ആക്റ്റീവ് ആവുകയും അതുവഴി ആ റിലേയിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏതാണോ അത് ആക്റ്റീവായി വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഒരു നോർമലി ക്ലോസ്ഡും ഒരു നോർമലി ഓപ്പണും ടെർമിനലുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനാദ്യമായിട്ട് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ബൾബ് വെച്ചിട്ടാണ് ഞാനിത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. 12 വോൾട്ടിൻ്റെ ബൾബ് ഞാൻ ഇൻപുട്ടിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ടെർമിനൽ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നു. അപ്പോൾ ഇതിലൊരു ടെർമിനൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ടെർമിനൽ ഡയറക്റ്റ് തന്നെ ബൾബെ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എവിടെ കൊടുക്കുന്നോ ആ ഇൻപുട്ട് വഴി ഈ ബൾബ് കത്തുകയും ചെയ്യും. അപ്പോൾ ഒരു ടെർമിനൽ നേരിട്ട് ഇതുപോലെ ബൾബെ കണക്ട് ചെയ്യുക, മറ്റേത് റിലേ വഴിയാണ് കൺട്രോൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാനത് ഈ നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും ടെർമിനലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് നോർമലി ക്ലോസ്ഡ് ടെർമിനൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സർക്യൂട്ട് ആക്റ്റീവ് അല്ലാത്ത സമയം കത്തുന്നതാണ് നോർമലി ക്ലോസ്ഡ്. നമ്മൾ നോർമലി ഓപ്പൺ ടെർമിനലാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ റിലേ ആക്റ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ സെൻസർ ആക്റ്റീവ് ആകുമ്പോഴാണ് ഇത് ബൾബ് കത്തുന്നത്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അനക്കൊന്നും കാണുന്നില്ല. എന്താണ് പ്രശ്നമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിലവിൽ ഇതാണ് നോർമലി ഓപ്പൺ ടെർമിനലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സർക്യൂട്ട് കഴിഞ്ഞ് ഓക്കെ, നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടില്ല. അതായത് സർക്യൂട്ടിന് ആവശ്യമായ പവർ സപ്ലൈ USB വഴി കൊടുക്കണമല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. ഓക്കെ, അത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അത് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സർക്യൂട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ബൾബ് കത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഡിലേ ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓഫ് ആയത് കണ്ടോ, അതായത് ഡിലേ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് അനങ്ങിയാൽ മതി, അന്നേരം തന്നെ ഇത് ആ ഡിലേ ടൈം വരെ ഓണായി നിൽക്കും. അപ്പം ഞാനിവിടെ ഓൾറെഡി അനങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ബൾബ് അങ്ങനെ കണ്ടിന്യൂസ് കത്തിക്കൊണ്ട് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഓക്കെ, ഇപ്പോൾ ഓഫായി. അപ്പോൾ അനക്കമില്ലാത്തപ്പോൾ അത് ഓഫായിപ്പോയി. അപ്പോൾ ഇപ്പം കണ്ടോ ചെറിയൊരു മോഷൻ വന്നു. ആ മോഷൻ വന്നപ്പോൾ ബൾബ് വീണ്ടും കത്തി. അപ്പോൾ അത് ഡിലേ ടൈം വരെ ഇങ്ങനെ കത്തി നിൽക്കും മോഷൻ ഇല്ലെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ അനങ്ങാൻ നിൽക്കുകയാണ്. ഓക്കെ, ആ ഡിലേ ടൈം കഴിഞ്ഞപ്പോൾ ഓഫായി. കണ്ടോ, ഇപ്പോൾ എൻ്റെ കൈ ഒന്ന് ജസ്റ്റ് പാസ്സായതേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് ബൾബ് കത്തി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ചെറിയൊരു ചലനം ഉണ്ടായാൽ ആ ബൾബ് എപ്പോഴും കണ്ടിന്യൂസ് കത്തി നിൽക്കും. ഇപ്പം ഞാൻ അനങ്ങാൻ നിൽക്കുകയാണ്. ആ ഡിലേ ടൈം കഴിഞ്ഞ് ഓഫായി. ഓക്കെ, കണ്ടോ എൻ്റെ കൈ ചലിക്കുമ്പം അത് കത്തി ഉണ്ടോ. അപ്പോൾ ആ ചലനം അവിടെ ഡിക്റ്റേറ്റ് ചെയ്യുമ്പം ഇത് സെൻസ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യും. ആ ഡിലേ ടൈം വരെയാണ് അത് നിൽക്കുക. അത് കഴിഞ്ഞ് ഓഫ് ആവും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.